ഇന്ന് വെനീസിൻ്റെ തീരത്താണ്. ഇവിടെ മനോഹരമായിട്ടുള്ള വെനീസിൻ്റെ എല്ലാ ചരിത്രപരമായിട്ടുള്ള ബിൽഡിങ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ നദിയുടെ തീരത്തൂടെ പല രീതിയിലുള്ള റൈഡ്സ് നമുക്കിപ്പോൾ കാശ്മീരിൽ കാണുന്ന മാതിരി തന്നെ ഡാൽ ലേക്ക് പോലെയാണ് ഇവരുടെ മനോഹരമായിട്ടുള്ള ഈ നദി. ഈ വെനീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചിത്രങ്ങളൊക്കെ ഈ പറയുന്ന ബോട്ടുകളിലാണ് നമ്മൾ ഇങ്ങനെ ധാരാളം ബോട്ടുകൾ. ഇപ്പം നമുക്ക് എവിടെയും വെനീസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതുമായിട്ട് വെനീസിൻ്റെ ചരിത്രം നമുക്ക് ഈ ഗൊണ്ടോള ബോട്ട് റൈഡേഴ്സാണ് കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ കായലിലൂടെ തന്നെ ധാരാളം ബോട്ടുകൾ നമ്മൾ പോകുന്നതാണ്. ഇതൊക്കെ യാത്രാ ബോട്ടുകളാണ്. കാരണം 114ഓളം ഐലൻഡ്സാണ് ഇതിന് ചുറ്റുമുള്ളത്. ഈ ഐലൻഡ്സിലെല്ലാം പോകുന്നത് ബോട്ട് വഴിയല്ലാതെ വേറെ ഒരു യാത്രാമാർഗമില്ല. ഇന്ന് ഈ കായലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കഥാമൃതത്തിൽ ഇറ്റലിയിൽ വെച്ചിട്ട് എനിക്കൊരു കഥ ഓർമ്മ വരുന്നത് ഒരു മുക്കുവൻ്റെ കഥയാണ്. കാരണം മുക്കുവൻ സാധാരണ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മുക്കുവന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അന്നന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ കഴിക്കാനുള്ള അതിനുള്ള വേട്ട അവർ ചെയ്യും. അത് മീൻ പിടിക്കാനായിട്ട് കടലിലോ കായലിലോ പോയിട്ട് ആ മീൻ പിടിക്കും. എന്നിട്ട് അത് വിറ്റിട്ടോ അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടിയിട്ടോ അവർ കഴിയും. മഴക്കാലം വരുമ്പോൾ അവർ ഭയങ്കര കഷ്ടപ്പാടിലായിരിക്കും. കാരണം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ മുക്കുവനെ സംബന്ധിച്ചിട്ട് തിന്നാനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കായലോർത്തോ അത് കടലിലോർത്തോ ഇരുന്ന സമയത്ത് ഒരു വലിയൊരു മീൻ അയാളുടെ ചൂണ്ടയിൽ കൊടുക്കുന്നു. വിചിത്രമായിട്ടുള്ളൊരു മീൻ. അത്രയും വലിയ മീനാണെന്ന് അയാൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിനൊരു സ്വർണ്ണ മത്സ്യമായിട്ട് അയാൾ കണ്ടു. എന്നിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് തന്നെ ഞാനിന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സമ്പാദ്യവും സമ്പാദിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മീൻ പറഞ്ഞു, എന്നെ ചുമ്മാ വെറുതെ വിട്, ഞാൻ തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് ആ മീൻ അയാളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മീന് ഈ പറയുന്ന സമയത്ത് അയാൾക്കൊരു അതിശയം തോന്നി. ഈ മുക്കനെ സംബന്ധിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, എനിക്ക് മീനല്ല വേണ്ടത്, എനിക്ക് നല്ലൊരു ജീവിതമാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ കഷ്ടപ്പെടാതെ നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്ന് അദ്ദേഹം പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഭാര്യ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഉപദേശം തന്നത് ആ മീനോട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ ചെയ്ത് മേടിക്കുക എന്ന് ഭാര്യ അദ്ദേഹത്തിനോട് ആ മുക്കുവനോട് പറയുകയാണ്. അപ്പോൾ മുക്കൻ ഇത് കേട്ടപ്പോഴേക്കും ഓടി ആ മീനെ കണ്ടുപിടിച്ചിട്ട് മീനെ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ മീനെ, എനിക്ക് വേണ്ടത് വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടും അതിൽ നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെ ആഗ്രഹം മൂത്ത് അയാൾ ആ മത്സ്യത്തിനോട് ഈ കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മത്സ്യം അദ്ദേഹത്തിന് എല്ലാ കാരുണ്യം കൊണ്ട് അത് പ്രത്യേക ദിവ്യ കഴിവുള്ള ഒരു മത്സ്യമായിരുന്നു. അതിന് വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടും എല്ലാ സൗകര്യങ്ങളും എല്ലാം കൊടുത്തപ്പോഴേക്കും ഇയാൾ തിരിച്ച് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ പറയണം, നിങ്ങളാരാ, എനിക്ക് നിങ്ങളൊന്നും അറിയില്ല, നിങ്ങൾ എൻ്റെ ഭർത്താവോ, ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് വരുന്നത്, എൻ്റെ ഭർത്താവ് നിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ലാതെ ഉള്ള കുടുംബവും ഇല്ലാതെ തൻ്റെ അത്യാഗ്രഹത്താൽ ഉണ്ടാകുന്ന നിത്യജീവിതം പോലും അയാൾക്ക് നിരാശയിലേക്ക് പോകുന്നു. അങ്ങനെ നിരാശ മാത്രമല്ല, അയാളുടെ ലൈഫിൽ തന്നെ ഭയങ്കര ദുഃഖവും ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് നിരാശയും ദുഃഖവുമാണ് ഉണ്ടാകുന്നത്. ഈ ദുഃഖവും നിരാശയും ഉണ്ടാകുന്നത് നമ്മുടെ അത്യാഗ്രഹം കൊണ്ടാണ്. എത്രത്തോളം നമ്മൾ ശാന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മുടെ മിനിമമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് സൗകര്യങ്ങൾ അവിടെ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ആഗ്രഹം തുടങ്ങുമ്പോഴേക്കും കൂടുതൽ ആഗ്രഹിക്കും തോറും നമുക്ക് കൂടുതൽ നിരാശയാണ് ഉണ്ടാകുന്നത്. ഈ പട്ടണം മുഴുവൻ നമ്മൾ കാണുന്ന സമയത്ത് ഇന്ന് ഈ പട്ടണത്തിൽ പണ്ട് എത്രയോ കച്ചവടങ്ങളുടെ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഇറ്റലി. ഇന്നലെ ഇതിൻ്റെ ട്രേഡ് സെൻ്റർ ആയിരുന്നു കംപ്ലീറ്റ്. ഇവിടെ ധാരാളം ഷിപ്പുകൾ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രൗഢിയൊക്കെ കുറഞ്ഞു ഇവിടെ ഇതിൻ്റെ ബിസിനസ്സൊക്കെ കുറഞ്ഞു ആൾക്കാർ ഇവിടുന്ന് മിക്കവാറും ആൾക്കാർ പൊയ്ക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ താമസിക്കാൻ തന്നെ യോഗ്യതമല്ലാത്ത ഒരു സിറ്റിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് എന്ന് പറഞ്ഞത് ഈ സിറ്റി അധികം നാളുണ്ടാവില്ല, ഇത് വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇത് എത്ര നാളിതുണ്ടാവും എന്ന് ആർക്കൊന്നും അറിയില്ല. അങ്ങനെ ഈ സിറ്റി വെള്ളത്തിലേക്ക് ആഴുമ്പോഴും ഈ സമുദ്രത്തിൻ്റെ തീരത്തുള്ള ഈ നദിയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് കയറിയിട്ട് ഇതെല്ലാം ഇല്ലാതാവും, നശിഞ്ഞു പോകും. മാത്രമല്ല ധാരാളം പ്രാവശ്യം ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്, ഇവിടെ കടൽക്ഷോഭം ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം തന്നെ മനുഷ്യജീവിതത്തിന് മഹാകഷ്ടമായിട്ട് മഹാദുരിതമായിട്ട് മാറുന്ന ഒരു സ്ഥലമാണ് ഈ വെനീസ് സിറ്റി.
വെനീസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൻ്റെ വെനീസ് നമ്മുടെ ആലപ്പുഴയാണെങ്കിലും ഇത് വെസ്റ്റിൻ്റെ പടിഞ്ഞാറിൻ്റെ വെനീസാണ്. ഇതിനെ മാതൃകയാക്കണമെന്നാണ് നമ്മുടെ പല പല ചിന്തകന്മാരും ഈ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് നടക്കുന്ന കാര്യം തന്നെ വളരെ കഷ്ടത്തിലാണ്. കാരണം ഇത് പഴയ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു സിറ്റിയാണ്. ആലപ്പുഴ സിറ്റി ഇതുപോലെ ആക്കണമെങ്കിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടേതായിട്ടുള്ള ഉള്ളൊരു സോഴ്സ് വെച്ചിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആലപ്പുഴ സിറ്റി നമുക്ക് സാധിക്കും. കാരണം ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഉള്ളത് ഉള്ള പായലൊക്കെ മാറ്റി ആ തീരങ്ങളൊക്കെ നന്നാക്കി, കായലോരങ്ങളൊക്കെ നന്നാക്കി, ആ കൈവഴികളൊക്കെ നന്നാക്കി നമുക്ക് നല്ല ഭംഗിയോടെ ഉള്ളത് വെച്ച് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള നമ്മൾ ദൈവം അനുഗ്രഹിച്ച ആ പ്രകൃതി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.